അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1326. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ സ്വല്ല ബൈനൽ മഗ്രിബി വൽ ഇശാ, ആരെങ്കിലും മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടക്ക് നിസ്കരിച്ചാൽ, 20 റക്അത്തൻ 20 റക്അത്ത് ആരെങ്കിലും നിസ്കരിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ അവന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ്. സ്വലാത്തുൽ അവ്വാബീൻ എന്നാണ് നിസ്കാരത്തിന്റെ പേര്. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന നിസ്കാരം. ഈ നിസ്കാരം സ്വലാത്തുൽ അവ്വാബീൻ എന്ന് ദുഹാ നിസ്കാരത്തിനും അതുപോലെ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള ഈ നിസ്കാരത്തിനും പറയപ്പെടാറുണ്ട്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ 20 റക്അത്താണ് ഏറ്റവും കൂടിയത് സ്വലാത്തുൽ അവ്വാബീൻ. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. 2 എന്നും 4 എന്നും 6 എന്നും ഒക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ്. എല്ലാവരും അശ്രദ്ധവാന്മാരായി തിരിഞ്ഞു കളയുന്ന ഈ സമയത്ത് ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള ഈ നിസ്കാരം 20 റക്അത്ത്, ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക എന്നുള്ളത് വളരെ പുണ്യകർമ്മമാണ്. വളരെ പ്രതിഫലങ്ങൾ അതിന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 12 വർഷത്തെ പാപം പൊറുക്കുമെന്നും അവന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറുദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നും അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുമെന്നും ഒക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബീൻ. ഇതെല്ലാവരും മനസ്സിലാക്കുകയും നാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും വേണം. ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്തെങ്കിലും ഇശാ മഗ്രിബിന്റെ ഇടയിൽ അവ്വാബീൻ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുക വളരെ പ്രതിഫലമുള്ള, മഹത്വമുള്ള, പുണ്യമുള്ള ഒരു ഇബാദത്താണ്. അല്ലാഹു തആല ഇതെല്ലാം ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.